എന്റെ ആകാശം എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. പോണി എന്താ വെച്ചാ ആ ആ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ആ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഇനി എഴുതുന്ന ഒന്ന് വായിച്ചേ. ആ സാ ഷാ ഇങ്ക ഇങ്ക സങ്കടം. സങ്കടം. സങ്കടം നമ്മളിപ്പോൾ എവിടെ എഴുതിയത്? മണ്ണില്. മണ്ണിൽ. സങ്കടം എവിടെ പോയി? മാഞ്ഞു പോയി. കർത്താവ് ഇതിൽ നിന്നൊരു പാഠം പഠിപ്പിച്ചു. പോണിയല്ലേ സംസാരത്തിൽ പറഞ്ഞത്, കേട്ട പാട്ടുകളൊക്കെ ഇനിയും ഒത്തിരി ഉണ്ട്, പക്ഷേ പുതിയ രീതിയിലുള്ള എഴുത്ത് എങ്ങനെയാണെന്ന് പറയണമെന്ന്. പോവാ ഞാനത് പറയാനായിട്ട് അച്ഛൻ ഈ മണ്ണും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിട്ടുപോയി. അച്ഛൻ്റെ ഒരു പുതിയ പാട്ട് കർത്താവ് മണ്ണിൽ നിന്ന് എഴുതിപ്പിച്ചത്. എന്നാ പറ. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിൽ എഴുതാം. അപ്പൊ കല്ലെടുത്തിട്ട് ബ്ലെസ്സിങ്. മലയാളം അനുഗ്രഹം. അനുഗ്രഹം. സങ്കടങ്ങളെ മണ്ണിൽ എഴുതി വെക്കുക, നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നീ കല്ലിലെഴുതി വെക്കുക. അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. മാഞ്ഞു പോകത്തില്ല. കണ്ടോ ബോണിയെ? കല്ലിൽ അനുഗ്രഹങ്ങൾ കല്ലിൽ എഴുതി വെക്കണം. അനുഗ്രഹങ്ങൾ, നമ്മുടെ സങ്കടങ്ങളോ പക്ഷേ മണ്ണിൽ എഴുതി വെക്കണം. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിൽ മാത്രം എഴുതാം. അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ് കല്ലിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം. അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം. അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. അച്ഛാ ഒന്നുകൂടി ഒന്ന് പറ, എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാലേ നിനക്ക് വലിയ മുറിവുകളുണ്ടായി.
ബോണിയുടെ ജീവിതത്തിൽ വലിയൊരു മനപ്രയാസം ഉണ്ടായി. ഉവ്വ. മനസ്സിൽ ആ ചിന്ത മായുന്നില്ല. 5, 8, 10, 15 ദിവസമായി 3.5 മാസമായിട്ട് ആ ഒരു ചതിയോർത്ത്, സഹോദരൻ നടത്തിയ ഒരു വഞ്ചനയോർത്ത്, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി അയാൾ ചെയ്തു. നമുക്കത് ഓർത്തിട്ട് കരഞ്ഞു പോവുകയാണ്. ഈ വലിയ സങ്കടം, അതിൻ്റെ ഓർമ്മ നീ മണ്ണിൽ എഴുതി വെക്കണം. മണ്ണിൽ എഴുതിയതുപോലെ വെക്കണം. ആഴത്തിൽ അതിൻ്റെ ഓർമ്മ കൊണ്ട് നടക്കരുത്. അങ്ങനെ കൊണ്ട് നടന്നാൽ, വിലാപങ്ങളിൽ പറയുന്നില്ലേ, എൻ്റെ സങ്കടങ്ങളുടെയും അലച്ചിലുകളുടെയും ഓർമ്മ എനിക്ക് കൈപ്പേറിയ വിഷം പോലെയായി. നീ മണ്ണിൽ എഴുതി വെക്കണം. എൻ്റെ കാര്യം എന്നാണെന്നറിയോ? ദൈവസ്നേഹത്തിൻ്റെ ഒരു ചെറിയ കാറ്റ് വീശിയാൽ നിന്റെ സങ്കടങ്ങളുടെ ചരിത്രം ഇല്ലാതാകും. ബോണിക്ക് എന്ത് തോന്നുന്നു? ബോണി അല്ലേ, അച്ഛനത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലായി. നമ്മുടെ ഏറ്റവും വലിയ വേദനകൾ എഴുതേണ്ടത് മണ്ണിലാണ്. നമ്മുടെ ഏറ്റവും വലിയ വേദനകൾ കല്ലേ കൊത്തിയതുപോലെ എഴുതി വെക്കരുത്. ഞാനിനി ഒരിക്കലും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഈ ദുഃഖം മറക്കില്ലച്ചോ. എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാനിത് ഓർക്കും വെച്ചോ, എനിക്ക് പറ്റത്തില്ല മറക്കാൻ. ഇങ്ങനെയൊന്നും നീ പറയരുത്. നിന്റെ സങ്കടങ്ങൾ മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ ഓർമ്മകൾ മണ്ണിലേ എഴുതാവൂ നീ. മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ ഓർമ്മകൾ മണ്ണിലേ എഴുതാവൂ നീ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റു വീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമൂതിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിൽ മാത്രം എഴുതാം. മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലേ എഴുതാവൂ നീ. മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലേ എഴുതാവൂ നീ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റു വീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമൂതിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം. അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. അപ്പോൾ അനുഗ്രഹങ്ങൾ എവിടെ എഴുതണം ബോണി? കല്ലിൽ എഴുതണം. അനുഗ്രഹങ്ങൾ ഹൃദയത്തിൽ ഒരു കല്ലേൽ കൊത്തി വെച്ചതുപോലെ എഴുതി വെക്കണം. ഒരിക്കലും മായാത്ത രീതിയിൽ. ബോണി ഒന്ന് വായിച്ചു നോക്കിക്കേ. ഒന്നുകൂടെ നോക്കിക്കേ. അനുഗ്രഹങ്ങൾ നീ കല്ലേൽ കൊത്തിയതുപോലെ 76 ബോണി പിടിച്ചേ കല്ല്. അനുഗ്രഹത്തിൻ്റെ കല്ല കേട്ടോ. ബോണി ഇത് കണ്ടോ? ബോണി, നീ ഒരു കാര്യം ചെയ്യണം. കല്ലിൽ കൊത്തിയതുപോലെ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. 76 അധ്യായ സങ്കീർത്തനത്തിലെ ഇത് കണ്ടോ? ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. ഞാൻ ഓർത്തിരിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തികളാണ്. ഓ, പണ്ട് അങ്ങ് എനിക്ക് ചെയ്തു തന്ന അത്ഭുതങ്ങൾ ഞാൻ ഓർക്കും. ഞാൻ അങ്ങയുടെ സകല നന്മ പ്രവൃത്തികളെയും അത്ഭുത പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. സങ്കീർത്തനം 77, 11, 12 വാക്യങ്ങളാണ്. സങ്കീർത്തനം 76 അല്ല, 77, 11, 12 വാക്യങ്ങളാണ്.
അപ്പോൾ കല്ലേ കൊത്തിയതുപോലെ അനുഗ്രഹങ്ങൾ. ചെറിയ അനുഗ്രഹമായിരിക്കും, അത് ഓർത്തിരിക്കണം. ബോണിക്ക് കിട്ടിയ ഒരു ചെറിയ അനുഗ്രഹം പറഞ്ഞ്, ചെറിയൊരു അനുഗ്രഹം, വളരെ ചെറുതായിട്ട് ഓർത്തൊരു കൊച്ചനുഗ്രഹം, വലിയ അനുഗ്രഹമൊന്നുമല്ല. അച്ഛാ, ചെറിയ അനുഗ്രഹമല്ല, വലിയ അനുഗ്രഹമാണ്. പറഞ്ഞു. ഈ പളുങ്കടലിൽ ഈ എപ്പിസോഡിൽ അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയത്. അതന്നെ കളിയാക്കിയതല്ല. ചെറുതോ വലുതോ ആകട്ടെ, അത്ര ചെറുതാണെങ്കിലും അത് ഓർമ്മയുടെ പുസ്തകത്താളിൽ കല്ലേൽ കൊത്തിയതുപോലെ ആഴത്തിൽ എഴുതിയിടുമ്പോൾ അത് പിന്നീട് നിന്നെ സഹായിക്കും. വലിയ, അതായത് അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലേ എഴുതാവു നീ. അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലേ എഴുതാവു നീ. അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലേ എഴുതാവു നീ. സങ്കടങ്ങൾ വൻതിരയായി വന്നു ചേരുമ്പോൾ, സർവശക്തിയും തകർന്നു വീണുപോകുമ്പോൾ കല്ലെഴുത്തുമായുകില്ല, ഓ ആത്മസാക്ഷ്യമായി മാറിടും. കല്ലെഴുത്തുമായുകില്ല, ഓ ആത്മസാക്ഷ്യമായി മാറിടും. സങ്കടങ്ങളുടെ കാലത്ത്, കണ്ണുനീരിൻ്റെ കാലത്ത് കർത്താവ് ചെയ്ത അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തികൾ കല്ലേൽ കൊത്തിവെച്ചതുപോലെ ഓർത്തിരുന്നാൽ, വലിയ സങ്കടങ്ങൾ തലയ്ക്ക് മേളിൽ കൂടെ കടന്നു പോകുമ്പം കല്ലെഴുത്തുമായുകില്ല, ഓ അത് ആത്മസാക്ഷ്യമായി മാറിടും. അതാ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ 77-ാം അധ്യായത്തിൽ. സങ്കടങ്ങളുടെ കാലത്ത് നീ എന്ത് ചെയ്യണം? കല്ലേൽ നീ കൊത്തിവെച്ച ദൈവം ചെയ്ത പഴയകാല പ്രവൃത്തികൾ ഓർത്തോർത്ത് ദൈവത്തെ ആരാധിക്കണം. അനുഗ്രഹം, ബ്ലെസ്സിങ്, അനുഗ്രഹം. ഹൃദയത്തിൻ്റെ കല്ലേൽ നമുക്ക് ഈ അനുഗ്രഹം മാത്രം വയ്ക്കാം. മണ്ണിൽ എഴുതിയ സകല സങ്കടങ്ങളും മാഞ്ഞു പോകട്ടെ. ഈ കല്ലിൻ്റെ, മണ്ണിൻ്റെ പുറത്തോട്ട് ഈ അനുഗ്രഹത്തിൻ്റെ കല്ലെടുത്ത് വെച്ച് നമ്മളെ കണ്ട കേട്ട എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പുതിയൊരു അനുഗ്രഹത്തിൻ്റെ കല്ല് ഞങ്ങൾ വയ്ക്കുകയാണ്. നിങ്ങളുടെ മരണം വരെ ഈ കല്ല് മായല്ലേ. അനുഗ്രഹം കല്ലിൽ കൊത്തിയതുപോലെ ഹൃദയത്തിൽ വെക്കണം. സകല സങ്കടങ്ങളുടെ ഓർമ്മ, അതെത്ര ഭാരമുള്ളതാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് കൊണ്ട് ഊതിക്കളയണം, ഉറപ്പിച്ചു കളയണം. അനുഗ്രഹങ്ങളെ കല്ലിൽ കൊത്തിവെക്കണം, സങ്കടങ്ങളെ മണ്ണിൽ എഴുതണം, മണ്ണിൽ മാത്രം എഴുതണം. മണ്ണിൽ മാത്രം. കർത്താവേ, ശുശ്രൂഷകളിൽ ഞങ്ങളുടെ കൂടെ നിന്ന ലക്ഷക്കണക്കിന് ആളുകളെ, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സഹായിച്ചവരെ, സ്നേഹിച്ചവരെ, എല്ലാവരുടെയും സങ്കടങ്ങൾ പളുങ്കുകടലിലേക്ക് ഞങ്ങൾ ഇടുന്നു. പളുങ്കുകടലിൽ അവയെല്ലാം ഒലിച്ചു പോകട്ടെ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളെ, രോഗങ്ങളെ, ഭാരങ്ങളെ, പ്രശ്നങ്ങളെ ഒക്കെ വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശി മണ്ണേൽ എഴുതിയത് ആ കടലമ്മ കള്ളി എന്നൊക്കെ പണ്ടെഴുതുമ്പം പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് പോലെ, കർത്താവേ, ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് സങ്കടങ്ങളുടെ എഴുത്തുകൾ മാഞ്ഞു പോകട്ടെ. പകരം അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം.
സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലെഴുതാവൂ നീ. മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലെഴുതാവൂ നീ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റുവീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമൂതിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകില്ല. മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകില്ല. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലെഴുതാവൂ നീ. അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലെഴുതാവൂ നീ. സങ്കടങ്ങൾ വൻതിരയായി വന്നിടിലും സർവശക്തി